ഹലോ ഗൈസ്, ഇത് കണ്ട ഈ സംഭവം എന്ന് പറയാം, ഞങ്ങളിവിടെ പാട്ടയിലെന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്നുള്ളതൊന്ന് പറഞ്ഞേക്കുക. ഇത് വെച്ചിട്ട് ഈ നോമ്പ് കാലത്ത് ഭയങ്കര ചിലവുള്ള ഒരു ഇലയാണ്. എങ്ങനെയാണെന്നല്ലേ ഒന്ന് കണ്ടു നോക്കാം. റമദാൻ നോമ്പിലെ 4ാമത്തെ നോമ്പിന് പാട്ടിമരത്തിൽ നിന്ന് പാട്ടിയില പൊട്ടിക്കുകയാണ് എൻ്റെ പെങ്ങൾ. നല്ല പൊടി കാരണം പൊടി പിടിച്ച പാട്ടിയില നല്ല വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം പത്തിരിക്കുള്ള കൂട്ട് എടുത്തു കൊണ്ടുവന്നു. നിങ്ങളെയൊക്കെ അവിടെ പത്തിരി ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെയാണെങ്കിൽ നല്ല റേഷൻ അരി എടുത്ത് വെള്ളം മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ച് സെറ്റ് ആയാൽ അത് എടുത്ത് തുണിയിൽ പുതച്ച് കുറച്ചു നേരം വെച്ച ശേഷം ഈ പരുവത്തിലായാൽ അതെടുത്ത് ഇതുപോലൊരു ഷേപ്പ് ഉണ്ടാക്കി അതെടുത്ത് ചപ്പാത്തി പഞ്ചിൽ വെച്ച് അമർത്തിയ ശേഷം ഇതുപോലെ പാട്ടിയിലയെടുത്ത് അടച്ചു വെച്ച ശേഷം പത്തിരി ഇരുമ്പ് ചൂടാവുന്നതിനായി വെയിറ്റ് ചെയ്യുക. ചപ്പാത്തി പഞ്ചൊക്കെ വരുന്നതിന് മുമ്പ് കൈ കൊണ്ട് അമർത്തിയായിരുന്നു പത്തിരി ഈ ഒരു ഷേപ്പിൽ തയ്യാറാക്കിയിരുന്നത്. നമ്മുടെ പത്തിരി ഇരുമ്പ് ചൂടായ പാടെ തന്നെ പാട്ടിയിലയിൽ പൊതിഞ്ഞ പത്തിരി അതിലേക്ക് ഇട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് ഇലയുടെ കളർ മാറും വരെ വെയിറ്റ് ചെയ്ത് ഇല ഓരോന്നായി എടുത്ത് വീണ്ടും ചൂടാക്കും. ചെറിയ രീതിയിൽ പൊള്ളി വരും വരെ വെച്ചതിന് ശേഷം പത്തിരി റെഡിയായി ഇത് ഇങ്ങനെ കിട്ടും. ഈ പത്തിരി എടുത്ത് തേങ്ങാപ്പാലിൽ മുക്കി എടുക്കുമ്പോഴേക്കും ലക്ഷദ്വീപ് പത്തിരി അഥവാ ഒറോട്ടി എന്ന ഈ പത്തിരി റെഡി. ഈ കാണുന്ന മീൻ ചണ്ണം, മീൻ മുളകെന്നും പറയും. ഇതാണ് ഇതിൻ്റെ മെയിൻ കോംബോ. ഞാൻ തറാവി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഡൈനിങ് ടേബിളിൽ പത്തിരിയും ഷണ്ണവും റെഡിയായിരിക്കുന്നുണ്ട്. എന്തായാലും നോമ്പ് കാലത്ത് പത്തിരി ദ്വീപിൽ സുലഭമാണ്, ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വിഭവമാണ്. നല്ലോണം മിക്സ് ചെയ്ത് അടിപൊളി നോമ്പ് തുറക്കാൻ പറ്റിയൊരു അടിപൊളി വിഭവമാണ്.